ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1883. ഇന്ന് ഫെബ്രുവരി മാസം 25-ാം തീയതി, 56-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അവനവന്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ദൂരം എത്താനുണ്ടത്രേ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തില് പ്രാർത്ഥനയെക്കുറിച്ച് കാര്യമായി വിവരിക്കുന്നുണ്ട്. അവനവന്റെ ഹൃദയവാതികൾ തുറന്ന് കുറെ കൂടി അകത്തേക്ക് പോവുക. അവിടെ ഏകാന്തതയില് പിതാവിനോട് മിണ്ടിത്തുടങ്ങുക. എന്തിനാണ്? തിരുത്തലും നവീകരണവും ലക്ഷ്യമാക്കി. അത് പുറത്തുനിന്ന് ആർക്കും തുടങ്ങിത്തരാനോ പൂർത്തീകരിക്കാനോ സാധിക്കുകയില്ല. ആൾക്കൂട്ടത്തിന് നടുവിലിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴും വിശകലനവും രൂപാന്തരവുമൊക്കെ വ്യക്തിപരമായി മാറേണ്ടതാണ്. മറ്റാരെങ്കിലുമൊക്കെ നൽകുന്ന ഉപദേശങ്ങൾ കേട്ട് തിരികെ പോരുന്നതാണ് പ്രാർത്ഥനയെന്നും ആത്മീയ അനുഷ്ഠാനമെന്നും ധ്യാനമെന്നുമൊക്കെ ഈ അടുത്ത കാലത്ത് എല്ലാവരും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. സ്വയം മാറാൻ ആഗ്രഹിക്കാത്തവരുടെ ചില വിശദീകരണങ്ങളാണ്. ധ്യാനം നന്നായിരുന്നു എന്ന് പറയുന്നു എല്ലാവരും, അല്ലെങ്കിൽ പ്രാർത്ഥന നന്നായിരുന്നു, ആത്മീയ ശുശ്രൂഷ മെച്ചപ്പെട്ടത്. അതിനേക്കാളും അപ്പുറത്ത് ഇതിലൂടെ ഞാൻ നന്നായി എന്ന് പറയാനായിട്ട് എത്ര ആളുകൾക്ക് ധൈര്യമുണ്ടാവും? എത്ര ആളുകൾ അതിനുവേണ്ടി അങ്ങനെയൊന്ന് ഒരുങ്ങുന്നു? എന്താണ് ജാഗ്രത? എന്താണ് ധ്യാനം, മെഡിറ്റേഷൻ? ഒരേ സമയം പിൻവാങ്ങലും പുറപ്പാടുമാണ് ധ്യാനം. അരുതാത്തിനെയെല്ലാം ഉപേക്ഷിക്കുക, അത്യാവശ്യമായവയെല്ലാം സ്വീകരിക്കുക. ആ ഒരു പ്രക്രിയയാണ്. ഓരോ സായാഹ്നത്തിലും നടത്തുന്ന വിലയിരുത്തലുണ്ട്. ഓരോ പ്രഭാതത്തിലും നടത്തേണ്ട വിശുദ്ധീകരണവും ശുദ്ധീകരണവും. അങ്ങനെയാണ് ഒരു വ്യക്തിയില് അങ്ങനെ ഒരു പുനഃപ്രതിഷ്ഠയൊക്കെ നടക്കുന്നത്. ഓരോ ധ്യാനത്തിലും 2 തീരുമാനങ്ങൾ ഉണ്ട്. ചിലതൊക്കെ എന്തു വന്നാലും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് മറ്റു ചിലതൊക്കെ എന്ത് സംഭവിച്ചാലും തുടങ്ങണമെന്നുള്ളത്. അങ്ങനെ നമുക്ക് പതിയെ ഇത്തവണത്തെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാം. അതെ, അവനവന്റെ ജീവിതത്തെ കുറെ കൂടി ശുദ്ധീകരിപ്പാനായി നമുക്ക് ക്രിസ്തുയേശുവിനെ കൂട്ടുപിടിക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.